ഹലോ. അപ്പോൾ വീണ്ടും ഞാൻ ഇന്നൊന്ന് പുറത്തോട്ട് പോകാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വേറൊരാളും കൂടിയുണ്ട്. അങ്ങനെ നോക്കൂ, അയാളാണ് വരുന്നത്, ആര്യ. അങ്ങനെ ഞാനും അവളും കൂടെ കേശവദാസപുരം സ്റ്റുഡിയോ വരെ പോകുന്നു ഗൈസ്. ഏതൊക്കെയോ ഊരാക്കുരുക്കുകളും എൻ്റെ പുറകെ ഇരുന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതുവഴിക്ക് കൊണ്ട് അവിടെ എത്തിച്ചു. ലാസ്റ്റ് ചെന്നുടനെ എന്നെ മിറർ വീഡിയോ എടുത്തു ഗൈസ്. അത് മസ്റ്റാണ്. അങ്ങനെ ഒരു ജീൻസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ പോയത്. പക്ഷേ ജീൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അങ്ങനെ വീണ്ടും കുറച്ച് അലക്കുലുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളൊരു പാൻറ്റും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പറയാതിരിക്കാൻ വയ്യ, ഇന്ന് ഭയങ്കര വെയിലായിരുന്നു, വിശപ്പ് ഭയങ്കരമായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്കൊരു സമാധാനം കൊടുത്തില്ല, എനിക്ക് മന്തി വേണമെന്ന്. അങ്ങനെ അവളുടെ ചിലവായിരുന്നു ഗൈസ് ഇന്ന്. അങ്ങനെ അവൾ എനിക്ക് മന്തി വാങ്ങി തന്നു. പക്ഷെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല, നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിരിക്കാമല്ലോ. അങ്ങനെ ഞാനും അവളും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മിറർ കണ്ടാൽ നമ്മൾ രണ്ടും വിടില്ല ഗൈസ്. അവളൊന്ന് പറഞ്ഞു, ഞാൻ രണ്ട് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം മിററിനോട് കാര്യം പറഞ്ഞ് നമ്മൾ വീണ്ടും കഴിക്കാനായി ചെന്നിരുന്നു. വീണ്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ വീണ്ടും നമ്മൾ എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി കുറച്ച് പൊക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ 10 വാക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി പറഞ്ഞു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ മന്തി വന്നു ഗൈസ്. വിശന്നിരുന്നത് കൊണ്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു മന്തിക്ക്. അങ്ങനെ ഞാൻ ലാസ്റ്റ് വീട്ടിൽ കൊണ്ടാക്കി അവൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി ഗൈസ്.